കഥയല്ലിത് ജീവിതം. നമസ്കാരം. കഥയല്ലത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രേക്ഷകർക്കിടയിൽ നിയമബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ വിശ്വനാഥൻ നായർ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി ചിൻസി ഗോപകുമാർ, സാമൂഹ്യ പ്രവർത്തക ശ്രീമതി രസീന വിശ്വംഭരൻ, എല്ലാവർക്കും സ്വാഗതം. ഭർത്താവിൻ്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെയാണ് മഞ്ജു വീട് വിട്ടിറങ്ങിയത്. അവരുടെ കഥ അറിയാൻ വേണ്ടി ഈ വേദിയിലേക്ക് ഞാൻ ആദ്യം ക്ഷണിക്കുന്നത് മഞ്ജുവിനെയാണ്. മഞ്ജു, വരും. മഞ്ജു എവിടുന്നാ വരുന്നേ? തിരുവനന്തപുരം മുമ്പായോ? അവിടെയാണോ ജനിച്ചതും വളർന്നതും ഒക്കെ? ഇല്ല, അവിടെ എന്നെ കൊണ്ടുവന്നതാണ്. കൊണ്ടുവന്നത് അങ്ങോട്ടാണ്. എവിടെയാണ് നാട്? അവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, കള്ളിക്കാടെന്ന് പറയും. അവിടെയാണ്. ഒക്കെ ഏകദേശം ഒരു 10-20 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണോ? അത്രേ വരുള്ളൂ. അത്രേ വരുള്ളൂ. അപ്പോൾ അവിടെയാണ് നിങ്ങൾ ജനിച്ചതും ഉള്ളത്. എത്ര വരെ പഠിച്ചു? 8ാം ക്ലാസ് വരെ. 8ാം ക്ലാസ് വരെ. പിന്നെ എന്തേ പഠിച്ചില്ല? ഞാൻ 7ാം ക്ലാസ് പഠിച്ചപ്പോൾ അമ്മ മരിച്ചുപോയി. അപ്പോൾ പിന്നെ 2 ചേച്ചിമാരേ ഉള്ളായിരുന്നു. അപ്പോൾ ഒരു ചേച്ചി പിന്നെ അവരെ കെട്ടിച്ച് വേറെ താമസിക്കുകയായിരുന്നു. അപ്പോൾ അവരെ കൊണ്ടൊന്നും പഠിപ്പിക്കാൻ പറ്റിയില്ല. പിന്നെ 8ാം ക്ലാസ്സിൽ വെച്ച് പിന്നെ എൻ്റെ സ്കൂൾ സ്റ്റൈഫൻഡ് കൊണ്ട് 1 വർഷം കൂടെ ഞാൻ പഠിച്ചു. എനിക്ക് സ്കൂളിൽ നിന്ന് പൈസ കിട്ടുമല്ലോ, ആ പൈസ കൊടുത്ത് 1 വർഷം കൂടെ ഞാൻ സ്കൂളിൽ പോയി. 8ാം ക്ലാസ്സിൽ കൂടെ പോയിട്ട് പിന്നെ പഠിപ്പിക്കാനൊന്നും പറ്റിയില്ല. വീട്ടിൽ പിന്നെ ആരെ കൊണ്ടും പറ്റാതെ വന്നപ്പോൾ ഞാൻ പിന്നെ അപ്പോഴേ വീട്ടു ജോലിക്കൊക്കെ അങ്ങ് പോയി. അങ്ങനെ നിന്ന് 8ാം ക്ലാസ് കഴിഞ്ഞ് 9ാം ക്ലാസ് ആകുമ്പോഴേക്കും നിങ്ങൾ വീട്ടു ജോലിക്ക് പോകാൻ തുടങ്ങി? എനിക്കൊരു അണ്ണ ഉണ്ടായിരുന്നു. അണ്ണ മരിച്ചു പോയി. ഇപ്പോൾ അണ്ണൻ കൊണ്ടുവന്ന് ആറ്റിങ്ങിലൊരു വീട്ടിൽ കൊണ്ടാക്കി. പിന്നെ അവിടെ ഞാൻ 2 വർഷം അവിടെ നിന്നു. അവിടെ നിന്ന് പിന്നെ വട്ടപ്പാറുള്ളൊരു ചേച്ചിയുടെ കൂടെ ആലപ്പുഴ ചേച്ചി അവർ നേഴ്സായിരുന്നു അവിടുത്തെ ആലപ്പുഴയില. അപ്പോൾ അവിടെ അവരെ കൂടെ അവരെന്നെ കൊണ്ടുപോയി. അങ്ങനെ അവിടെ നിന്നു. അവിടെ നിന്നിട്ട് ചേച്ചിയുടെ പ്രസവത്തിന് വന്നതാണ് വീട്ടിൽ. വന്നു അപ്പോൾ എൻ്റെ ഭർത്താവിനെ കണ്ട് ഇഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോയത്. ഓ, അങ്ങനെ ഇഷ്ടപ്പെട്ടുള്ള പ്രേമമാണ്. എത്ര വയസ്സിലായിരുന്നു പ്രേമം? 17 വയസ്സിൽ. 17 വയസ്സായപ്പോൾ. 17 വയസ്സ്. അങ്ങനെ ഇഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോയതാണ്. വീട്ടിലുള്ളവർക്കൊന്നും ഇഷ്ടമായിരുന്നില്ലേ? വീട്ടില് അപ്പോഴും പറയാൻ എനിക്ക് ചേച്ചി മാത്രമേ ഉള്ളായിരുന്നു. അച്ഛനും അമ്മയും. അമ്മ എനിക്ക് 14 വയസ്സായപ്പോൾ അമ്മ മരിച്ചു. അച്ഛനെ അറിയില്ല. അച്ഛൻ പൊടിയിലേ മരിച്ചെന്നാണ് പറയണം. അറിഞ്ഞൂടാ. നിങ്ങൾ കുഞ്ഞായിരിക്കുമ്പോ തന്നെ മരിച്ചു? ചേച്ചിമാർക്കൊന്നും അറിയില്ല അച്ഛനെ? ചേച്ചിക്കൊക്കെ അറിയാം. ഓർമ്മയുണ്ട്? ചേച്ചിക്ക് ഓർമ്മയുണ്ട്. എങ്ങനെയാ മരിച്ചതെന്ന് അറിയില്ലേ? ഇല്ല, എനിക്കറിയില്ല. നിങ്ങളാണ് ഒടുവിലത്തെ? ഒടുവിലത്തെ. മൂത്തത് എത്ര പേരുണ്ട്? ഞങ്ങൾ മൊത്തം 7 പേരുണ്ടായിരുന്നു. 7 പേര്? അതിലെല്ലാവരും മരിച്ചു. ഇപ്പം ഞാനും ചേച്ചി, പിന്നെ മൂത്ത ചേച്ചി 2 മക്കളും, മൂത്ത അണ്ണൻ്റെ 2 മക്കളും മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കൂടപ്പിറപ്പുകളിൽ നിങ്ങളും നിങ്ങളുടെ ചേച്ചി മാത്രമേ ഉള്ളൂ? മറ്റേ ഏട്ടനും മരിച്ചു, ചേച്ചിമാരും ഏട്ടന്മാരും ഒക്കെ മരിച്ചു? 2 ചേട്ടന്മാർ മരിച്ചു, ഒരു ചേച്ചി മരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. മറ്റുള്ളവർ മരിച്ചതെന്ന് എനിക്കറിയില്ല. 2 അണ്ണന്മാർ മരിച്ചത്, ഒരു ചേച്ചി മരിച്ചത് എനിക്കറിയാം. അണ്ണന്മാർ അവരൊക്കെ ഒന്നും കല്യാണം കഴിഞ്ഞിട്ട്? ഒരെണ്ണം മാത്രം കല്യാണം കഴിഞ്ഞ് അതിൽ 2 മക്കളുണ്ട്. ഒരെണ്ണം കെട്ടിയില്ലായിരുന്നു. ഒരു ചേച്ചി കല്യാണം കഴിച്ചു, അവരെ 2 മക്കളും? അവർക്കും 2 മക്കളുണ്ട്. അപ്പൊ എത്ര പേരുണ്ടായിരുന്നു നിങ്ങളെന്ന് അറിയോ? ഞങ്ങള് അമ്മയൊക്കെ പറഞ്ഞ് ഞങ്ങൾ 7 പേരെന്നാണ് പറഞ്ഞത്. 7 പേരിൽ എത്ര ആങ്ങളെ എത്ര പെങ്ങള്? 2 ആണ്. 2 ആണ്, 5 പെണ്ണ്. അത് ശരി. ഏതായാലും ഇപ്പൊ നിങ്ങളുടെ ചേച്ചി കല്യാണം കഴിഞ്ഞ മക്കളുണ്ട്? ചേച്ചി 2 മക്കളുണ്ട്. അവരൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നു? ചേച്ചിയുടെ മൂത്ത മോളെ കല്യാണം കഴിഞ്ഞു, അവർക്ക് 2 കുട്ടികളുണ്ട്. രണ്ടാമത്തെ മോള് ഇപ്പൊ കല്യാണം ആയതേ ഉള്ളൂ. കഴിഞ്ഞു? ഇല്ല, നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നിങ്ങൾ എത്ര ഇപ്പൊ ഈ ഭർത്താവിനെ വിട്ടു വന്നിട്ട് ഇപ്പൊ എത്ര കാലായി? ഇപ്പൊ പിണങ്ങിട്ട് ഇപ്പൊ ഒരാഴ്ചയാവേ ഉള്ളൂ. ഒരാഴ്ചയാവണേ ഉള്ളൂ. കഴിഞ്ഞ ഞായറാഴ്ച ആണ് ഇങ്ങനെ പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി. അവരെ വീട്ടിൽ തന്നെയാണ്, അവരെ കുടുംബ വീട്ടിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. അവരെ കുടുംബ വീട്ടിലോ? എൻ്റെ അമ്മായിയുടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഭർത്താവിന്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഭർത്താവിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ ഭർത്താവ് അവിടെ ഇല്ലേ? ഭർത്താവ് എൻ്റെ വീട്ടിൽ തൊട്ട് അടുത്തടുത്താണ് നമ്മളെ വീട്. എനിക്ക് 5 സെന്റ് ഒരു വീടും കൂടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്. അതിലാണ് ഇപ്പൊ ഭർത്താവ് നിൽക്കുന്നത്. ഞാനും എൻ്റെ മോനും കൂടെ അമ്മായിയുടെ വീട്ടിലെ തൊട്ടിപ്പുറത്താണ്. അത് ശരി, അടുത്തടുത്താണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ
അപ്പൊ ഭർത്താവ് അവിടുന്ന് ഇറങ്ങി പോകുന്നത് നിങ്ങളുടെ പേരിലല്ലേ ആ വീട്? എൻ്റെ പേരിൽ തന്നെ, എൻ്റെ പേരിൽ തന്നെ. പഞ്ചായത്ത് വീട് നിങ്ങളുടെ പേരിലാണ്? വീടും പെരേടും എൻ്റെ പേരിനാണ്. വീടും പെരേടും ഒക്കെ നിങ്ങളുടെ പേര് തന്നെയാണ്. അപ്പം നിങ്ങളിപ്പോ നിൽക്കുന്നത് നിങ്ങളുടെ ഭർത്താവിന്റെ അമ്മയുടെ കൂടെ, അവരാണ് നിങ്ങൾ നോക്കണത്. നിങ്ങളിപ്പോ ജോലിക്ക് പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. എന്ത് ജോലിക്കാ പോകുന്നത്? വീട്ടു ജോലിക്കാണ് പോകുന്നത്. വീട്ടു ജോലിക്ക് തന്നെയാ പോകുന്നത്? അവിടെ അടുത്ത് തന്നെ? നാലാഞ്ചിറ. അവര് വല്ല ജോലിക്കും പോകുന്നുണ്ടോ? അമ്മ ജോലിക്ക് പോകുന്നില്ല. അവരുടെ ഹസ്ബൻഡോ? അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ 4 വർഷമായി. 4 വർഷമായി. അപ്പൊ നിങ്ങൾ കല്യാണം കഴിച്ച് വരുമ്പോഴൊക്കെ ഉണ്ട്? ഉണ്ട് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ മകൾക്ക് എത്ര വയസ്സായി? എൻ്റെ മോൾക്ക് 18 വയസ്സായി. 18 വയസ്സായി. ആ, എൻ്റെ മോളിപ്പോൾ നഴ്സിങ്ങിന് പഠിക്കും, 2ാമത്തെ വർഷം. അപ്പൊ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 19 വർഷമായി? 19 വർഷമായി. 99-ലാണ് ഞാൻ എന്നെ വിളിച്ചുകൊണ്ട് പോയത്. 99-ലാണ് നിങ്ങൾ കല്യാണം കഴിച്ചത്. അപ്പോൾ അടുത്ത കൊല്ലത്തേക്ക് 20 കൊല്ലാവും. ഇപ്പോഴാണ് നിങ്ങൾ പിരിഞ്ഞത്? ഇല്ല സാർ, പിരിഞ്ഞിട്ട് കുറേ നാളെ, ഒരു 5 വർഷത്തിന് ഇപ്പുറം വെച്ച് ഇങ്ങനെ പിണങ്ങി പോകും. ഞാൻ കോടതിയിൽ കൊടുക്കും, സ്റ്റേഷനിൽ കൊടുക്കും, എൻ്റെ കുടുംബശ്രീ പെണ്ണുങ്ങളെല്ലാം കൂടെ ഇടപെട്ടു. അങ്ങനെ ഒരു 3-4 തീരെ ഇങ്ങനെ പിണങ്ങി ഓടി എനിക്ക് ഒരിടത്തും നീതി കിട്ടിയില്ല. ഞാൻ ചെയ്ത തെറ്റും പറയുന്നില്ല, എന്താണെന്ന് എനിക്കൊരു തീരുമാനം ഉണ്ടാകുന്നില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഓടാൻ വയ്യ. കുറേ നാളുകൊണ്ട് ഇങ്ങനെ ഓടയാണ്. കുറച്ച് ദിവസം എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയി നിൽക്കും, പിന്നെ തിരിച്ചു വരും, പിന്നെ എങ്ങോട്ടെങ്കിലും ഓടിക്കും. അപ്പോൾ ഇപ്പം ഞാൻ ഒരാഴ്ച എന്നെ വീട്ടിൽ കയറാൻ സമ്മതിക്കുന്നില്ല. എന്ന് വെച്ചാൽ എനിക്ക് എന്തിനാണ് പറയണത് എനിക്കറിയാൻ വയ്യ. അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമാണ് പറഞ്ഞത്. വേറെ ആണുങ്ങളുടെ കൂടെ പോകണം, അവർ പൈസ വാങ്ങിക്കുന്നു എന്നൊക്കെ പറയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതൊക്കെ തെളിയിച്ചിട്ട് നമുക്ക് ജീവിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഒരാഴ്ച കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയില്ല, അമ്മയുടെ കൂടെ. അപ്പം അമ്മ പറഞ്ഞു അമ്മയും അനിയനും ഉണ്ട്, അനിയൻ്റെ ഇപ്പം നിശ്ചയം കഴിഞ്ഞ് നിൽക്കണേ ഉള്ളൂ. എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ, അവനും പറഞ്ഞു അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ടൊരു തീരുമാനം എടുക്കാൻ ഞാൻ പഞ്ചായത്ത് മെമ്പറിനെ ഇപ്പോൾ പോയി കണ്ടായിരുന്നു, തിങ്കളാഴ്ച പോയി പഞ്ചായത്ത് മെമ്പറിനെ കണ്ടായിരുന്നു. അപ്പം ഞാൻ ചേച്ചിയുടെ തോറും ചേച്ചി ഇതണക്കാണ് വീണ്ടും വഴക്കാണ്, എനിക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞ് സുനിലിനെ വിളിക്കട്ടെന്നോ, അങ്ങനെ നമ്പർ കൊടുത്ത് സുനിലിനെ വിളിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ചേച്ചി പറഞ്ഞ് സുനിൽ ഒന്നും എന്തിനാണ് കഴിഞ്ഞ പ്രാവശ്യം പിണങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നല്ല, ഞാൻ ഇനി ഒന്നിനും വരൂല എന്ന് പറഞ്ഞല്ല, നീ എന്താണ് കാണിക്കണമെന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞ് 6 മണിക്ക് അവരെ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞെന്ന്. പക്ഷെ ഞാൻ കേട്ടത് എൻ്റെ വീട്ടിൽ വരുമെന്നാണ് മെമ്പർ പറഞ്ഞെന്നാണ് ഞാൻ കേട്ടത്. പിന്നീടാണ് ഇവർ പറഞ്ഞ് ചേച്ചിയുടെ വീട്ടിൽ ചെല്ലാനാണ് പറഞ്ഞത്. എന്നിട്ട് ഇവർ പോയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കോടതിയിലൊക്കെ പരാതി കൊടുത്തു, കുടുംബ കോടതിയിൽ കൊടുത്തു, വനിതാ കമ്മീഷനിലൊക്കെ കൊടുത്തു. എന്താ പരാതി കൊടുത്തേ? ഇവർക്ക് എന്നെ വേണ്ടെന്നാണ് പറയണത്. അപ്പോൾ അതിനൊരു കാരണം വേണമല്ലോ, വേണ്ടെന്ന് പറയാൻ എനിക്കൊരു കാരണം വേണമല്ലോ. ഞാൻ ഇപ്പോൾ ഒരാളിൽ നിന്ന് പൈസ വാങ്ങിച്ചെന്ന് അതിനൊരു തെളിവ് വേണമല്ലോ, ഞാൻ പൈസ വാങ്ങിച്ചെന്ന്. അതെന്താണെന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി എന്നെ വേണ്ടെങ്കിൽ ഉപദ്രവിക്കണ്ടല്ലോ. എനിക്ക് അടിയുള്ള എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അടിക്കോ? ഇഷ്ടം പോലെ അടി കൊണ്ടിട്ടുണ്ട്. എനിക്ക് തലയൊക്കെ പിടിച്ച് തലമുടി ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടാണ് പോണത്. അമ്മ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അമ്മയുടെ വീട്ടിൽ ഞാൻ ഇതണക്ക് എന്നെ അടിച്ച് ഞാൻ ഓടി അമ്മയുടെ പിടിച്ചെന്നിരുന്നപ്പോൾ അവിടെ നിൻ്റെ തലമുടിക്ക് പിടിച്ച് വലിച്ച് കൊണ്ടുപോയി കുറേ ദൂരം എന്നെ കൊണ്ടുപോയി ഞാൻ റബ്ബറിൽ കയറി പിടിച്ചു. റബ്ബറിൽ നിന്ന് വിടുന്നതുവരെ എന്നെ വലിച്ചുകൊണ്ട് പോയി. അങ്ങനെ അമ്മ വന്ന് ചീത്ത വിളിച്ചു, അവരമ്മ കൂട്ടിക്കൊണ്ടുപോയി. ചീത്ത വിളിച്ചാണ് എൻ്റെ തലമുടിന്ന് പിടി വിട്ടത്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതണക്ക് ഇപ്പം പിണങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ഇതണക്ക് അടിയായപ്പോഴത്തേക്ക് അവിടെ നാട്ടുകാരെല്ലാം കൂടെ വന്നു എന്നെ അടിക്കാനായിട്ട് വന്നു. അങ്ങനെ അനിയൻ അറിഞ്ഞുകൊണ്ട് അനിയൻ ചെന്ന് അടിച്ചപ്പോൾ ഞാൻ അടുപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് റബ്ബർ ഓട്ടാൻ കൊണ്ടുവന്ന് കത്തി എടുത്തുകൊണ്ട് വന്നു എന്നെ കുത്താനായിട്ട് ഓടിക്കൊണ്ട് വന്നു. അപ്പോൾ വേറെ ആമ്പിള്ളേർ ഒരു ചെറുക്കൻ തോട്ടിലാണ്ട് കുളിച്ചുകൊണ്ടിരുന്ന ചെറുക്കൻ എല്ലാം കൂടെ ഓടിക്കൊണ്ട് വന്നാണ് ഇവരെ കയറി പിടിച്ചത്. അതില്ലെങ്കിൽ എനിക്ക് അന്ന് കുത്ത് കിട്ടിയതായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഈ ചെയ്യാത്ത കുറ്റത്തിനാണ് എനിക്ക് ഈ അടി കൊള്ളണത്. ചെയ്യാത്ത കുറ്റം എന്താണെന്നാ പറയണേ? ഞാൻ അഴുക്കായിട്ട് നടക്കുന്നതെന്നാണ് പറയണത്. അഴുക്ക രീതിയിൽ പോണത്. ഞാൻ വീട്ടു ജോലിക്കല്ല പോണത്, പിന്നെ ഞാൻ പോണ വഴിക്ക് വേറെ ആണുങ്ങളോടെയാണ് പോണത് എന്നൊക്കെയാണ് പറയണത്. വെളിയിൽ ബാത്റൂമിൽ വെളിയിൽ ഇറങ്ങുമ്പോൾ പറയും അതിലേ കൂടെ ആരോ ഓടിപ്പോയെന്ന് പറയും. എനിക്കറിയാൻ എങ്ങനെ ഒരു ഇത് പറച്ചിലാണ്. അപ്പം എനിക്കിതിനൊരു ഒരു സ്ഥലത്ത് പോയിട്ട് എനിക്ക് തീരുമാനം വന്നില്ല. കോടതിയിൽ നിന്നൊക്കെ വിളിച്ചിട്ട് ഇവർ കോടതിയിൽ ചെന്നിട്ടില്ല. സ്റ്റേഷനിൽ വിളിക്കാൻ മാത്രം പോകും, വെഞ്ഞാറോട് വിളിക്കാൻ മാത്രം പോകും. അവിടെ ചെല്ലുമ്പോൾ സാർ പറയും ഇനി അടിക്കുമോ, ഇനി അടിക്കൂല, ഇനി എന്തെങ്കിലും ചെയ്യില്ല, വഴക്കൂടോ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ബുക്കിൽ എഴുതി ഒപ്പിടിച്ച് അവിടെ നിന്ന് ഫോൺ നമ്പർ തന്ന് ഞങ്ങളെ വീട്ടിൽ വിടും. വീട്ടിൽ എത്തുന്നതിന് മുമ്പ് ഇവർ ഫോൺ നമ്പർ വാങ്ങിച്ച് കീറി കളഞ്ഞിട്ട് എന്നെ അടിക്കുന്ന ഈ കേസ് കൊടുത്തില്ലേന്ന്. അപ്പോൾ ഇവിടെ വിളിച്ചപ്പോഴും എനിക്ക് പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ഇന്നലെ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കി. നീ എന്തിനു കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് വഴക്കൂടി കൊണ്ടുവന്നപ്പോഴാണ് ഇവിടെ നിന്ന് അവിടെ തിരക്കാൻ വന്നത്. അപ്പോൾ അവർ കണ്ടു, അവിടെ നിൽക്കുന്നത് കണ്ടു. ഇവിടെ നിന്ന് വന്ന സാറന്മാരവിടെ കണ്ടായിരുന്നു. അവിടെ വന്ന് സംസാരിച്ച് സുനിലിൻ്റെ വീടാണെന്ന് ചോദിച്ചു. അപ്പുറത്ത് നമ്മളെ വീട്ടിൽ പോയി ഇട്ടാണ് ഇപ്പുറത്തും വന്നത്. അതുകൊണ്ട് എനിക്കിതിനൊരു നീതി എനിക്ക് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ വന്ന് അന്വേഷിക്കുമ്പോൾ എൻ്റെ നാട്ടിൽ വന്ന് അന്വേഷിക്കുമ്പോൾ ഞാൻ ആരെന്തെങ്കിലും പൈസ മേടിക്കുക അവരോട് പോവുക ചെയ്യണമെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ കൊന്നാലും എനിക്ക് കുഴപ്പമില്ല, എന്നെ അടിക്കണ്ട, എന്നെ കൊന്നാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അതൊന്നുമല്ല അവർ പറയണം. അവരിങ്ങനെ അനാവശ്യം പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. പണ്ട് ഇവർ എറണാകുളത്ത് പണിക്ക് പോയി.
എറണാകുളത്ത് കുറച്ച് ദിവസം പണിക്ക് പോയപ്പോൾ എൻ്റെ ചേച്ചി 2 മക്കൾ, ഭർത്താവ് എല്ലാവരും എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. അന്ന് ഇവർ പറഞ്ഞാൽ അവൻ്റെ കൂടെ ആയിരുന്നു, വീട്ടിൻ്റെ അടുത്തുള്ള ഒരുത്തൻ്റെ കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് അടിച്ചു. ഞാൻ സമ്മതിച്ചു, ശരി എന്നാന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് അവരത് വെച്ച് എന്നെ ഇങ്ങോട്ട് അവൻ്റെ കൂടെ ആണെന്ന് പറഞ്ഞുകൊണ്ട് അത് വെച്ച് എന്നെ ഇങ്ങോട്ട് മുതലെടുത്തു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ചെറുക്കന്മാരെ ഞാൻ സമ്മതിച്ചില്ല. ഇപ്പോൾ 2-3 ചെറുക്കന്മാരെ പറ്റി പറയുന്നു, ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞ് അങ്ങനെ ഇല്ല, നിങ്ങൾ അന്വേഷിക്കുക, അന്വേഷിച്ചിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞു. എനിക്ക് എങ്ങോട്ടും ഇറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ എന്നെ അടിക്കുമ്പോൾ എൻ്റെ ചെറുക്കൻ വന്ന് കയറും. അപ്പോൾ പറയുന്നു ചെറുക്കനെ കൊല്ലുമെന്നാണ് പറഞ്ഞത്. എൻ്റെ മുമ്പിലിട്ട് ചെറുക്കനെ കൊന്നിട്ട് എന്നെയും കൊല്ലുമെന്ന്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇതിലോട്ട് വിളിച്ച് എനിക്ക് നീതി വേണം, ഞാൻ ചെയ്ത തെറ്റ് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാമെന്ന് പറഞ്ഞു. അത് എവിടെയായാലും ഞാൻ പറയാമെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത് തുടങ്ങിയിട്ട് എത്ര കാലേ? ഒരു 6 വർഷമാവും. അതിനു മുമ്പ് ഒരു കുഴപ്പമില്ലായിരുന്നു, സുഖമായിട്ട് ജീവിക്കും. ഈ 6 വർഷത്തിൽ ഈ 6 വർഷം മുമ്പ് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങാനുള്ള കാരണം വല്ലതും ഉണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ഈ എറണാകുളത്ത് പണിക്ക് പോയവർ, പണിക്ക് ഈ 6 വർഷത്തിന് മുമ്പാണ് എറണാകുളത്ത് പണിക്ക് പോണ സമയത്ത് എൻ്റെ ചേച്ചിയും മക്കളും എല്ലാം എൻ്റെ വീട്ടിൽ ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു, ആരൊക്കെ പറഞ്ഞെന്നാണ് പറയണം, വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചെറുക്കനുമായിട്ട് എനിക്ക് അടുപ്പമുണ്ട്, ഞാൻ അവൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അവിടെ പണിക്ക് പോയിട്ട് വന്നതിൻ്റെ അന്നോട്ട് ഇങ്ങനെ ഉപദ്രവമായി, ഭയങ്കര ഉപദ്രവമായി. അടി എനിക്ക് അതുവരെ നിങ്ങൾ അടിക്കുക പിടിക്കുക ഒന്നുമില്ലായിരുന്നു. വഴക്കുണ്ടായിരുന്നു, എന്നാലും ചെറിയ രീതിയിൽ, വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. നല്ല ഇതായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. ജോലി എന്താ ജോലി? അയാൾ റബ്ബറോട്ടാണ് മെയിനായിട്ട് പണി, പിന്നെ എല്ലാ പണിക്കും പോകും. അപ്പോൾ കാശൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് പൈസയൊക്കെ തരും. അതിപ്പോൾ പിണങ്ങി പോയാലും ചിലവിനൊക്കെ പൈസ തരും. ഇപ്പോഴും ഈ പിണങ്ങി പോയിട്ട് ഞങ്ങൾ തിരിച്ച് ചെല്ലുമ്പോൾ ജോലിക്ക് പോകും, പൈസ തരും. ആ പൈസയ്ക്കൊന്നും കുഴപ്പമൊന്നും വരില്ല, പൈസയൊക്കെ തരും. പക്ഷെ സംശയം ഭയങ്കര സംശയം. അതെന്താ 6 കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 19 കൊല്ലായി. ഈ 19 കൊല്ലത്തിന്റെ ഇടയിൽ 6 കൊല്ലത്തിന് മുമ്പാണ് ഈ പ്രശ്നം തുടങ്ങണത് അല്ലേ? അപ്പൊ 13 കൊല്ലം നിങ്ങൾക്ക് പ്രശ്നമില്ലാതെ നിങ്ങൾ കഴിഞ്ഞു. ഈ സംശയരോഗവും ഇല്ല, ഒന്നുമില്ല. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ആരോ പറഞ്ഞു എന്നതിന്റെ പേരിൽ അയാൾക്ക് ഇങ്ങനെ ഒരു സംശയം വരാൻ എന്താണ് കാരണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ പണിക്ക് പോയി മാറി നിന്നു. അല്ല, ഞങ്ങൾ ഒത്ത് തന്നെ എല്ലായിടത്തും റബ്ബർ വെട്ടാൻ എല്ലായിടത്തും ഞങ്ങൾ ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ പോയാലും ഒത്ത് തന്നെ പോയി നിൽക്കുന്ന. ഈ എറണാകുളത്ത് ഒരു മാസം തികച്ച് നിന്നില്ല. അതെന്താ അവിടെ ജോലിക്ക്? എന്ത് ജോലിയാണ് അവിടെ? മേശിരി പണിക്കാണ് പോയത്. മേശിരി അവരോടാണ് പണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പിരിഞ്ഞു നിന്നപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഉള്ള തുടങ്ങിയ സംശയം. അപ്പം എൻ്റെ വീട്ടിൽ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ മൂത്ത ചേച്ചിയും മക്കളും ഒക്കെ വീട്ടിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഒറ്റയ്ക്കായിരുന്നില്ല. അല്ല, ഒറ്റയ്ക്കായിരുന്നില്ല. എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു. അന്ന് ചേച്ചിയും മക്കളും ഒക്കെ വീട്ടിൽ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി ഞാൻ അവൻ്റെ കൂടെയാണ്. അവർ പറഞ്ഞു, ആര് പറഞ്ഞൊന്നും ഇപ്പോഴും അതെ, ഇപ്പോഴും ഞാൻ അവരെന്നൊക്കെ ചിലവിന് വായിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ആര് പറഞ്ഞൊന്നും അവർ പറയണില്ല. ഇങ്ങനെ നിങ്ങളിപ്പോൾ മകൾ എന്താ പഠിക്കണേ? മോള് നഴ്സിങ്ങിന് പഠിക്കുന്നു. അതിനൊക്കെ ചിലവൊക്കെ പൈസ ഒക്കെ തരുന്നുണ്ടോ? അതിന് ചിലവിന് പൈസ കഴിഞ്ഞ പ്രാവശ്യം ഇതേണക്ക് പിണങ്ങി നിന്ന സമയത്തായിരുന്നു മോക്ക് ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വന്നു. ഇതേണക്ക് ആവശ്യമില്ല വഴക്കുണ്ടാക്കി ഞാനന്ന് എൻ്റെ വീട്ടിൽ പോയായിരുന്നു, പള്ളിക്കാട്ട് പോയി നിന്നായിരുന്നു. അപ്പോഴത്തേക്കാണ് ഫീസിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഭയങ്കര പ്രശ്നമായി. 2 ദിവസത്തിനകത്ത് ഫീസ് അടയ്ക്കണമെങ്കിൽ എൻ്റെ മോള് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ എൻ്റെ ഈ 5 സെൻറ്റിൻ്റെ പ്രമാണം എടുത്ത് ഞാൻ നിൽക്കുന്ന വീട്ടിൽ ചേച്ചിയെടുത്ത് പോയി പറഞ്ഞു, പ്രമാണം വെച്ചിട്ട് എനിക്ക് പൈസ തരണം, പെണ്ണിന് ഫീസ് അടയ്ക്കാനാണ്. ഞാൻ എന്നിട്ട് കുറേശ്ശെ കടം തീർത്തോളാന്ന് പറഞ്ഞു. എത്ര രൂപയാണ് ഫീസ്? അന്ന് 75,000. 75,000? ഇപ്പോൾ 81 ഈ വർഷം. ഇനിയിപ്പോൾ ഉടനെ അടയ്ക്കേണ്ട സമയമായി വരെയാണ്. അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു അവരെ കയ്യിൽ പൈസ ഇല്ല, അവർ ആരെങ്കിലും വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അമേരിക്കയിലാണ്ടുള്ള ചേച്ചിയുടെ സഹോദരൻ എന്നാണ് പറഞ്ഞത്. സഹോദരനെ വിളിച്ച് പറഞ്ഞു, എൻ്റെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞപ്പോൾ ആ സാർ അടയ്ക്കാമെന്ന് പറഞ്ഞു. 4 വർഷത്തെ ഫീസ് അടയ്ക്കാമെന്ന് പറഞ്ഞു. ആ 1 വർഷത്തെ ഫീസ് ആ സാർ അടച്ചു. അത് ഞാൻ എൻ്റെ ഫോണിൽ സംസാരിക്കുക, എൻ്റെ അടുത്ത് ഒന്നും ചെയ്തില്ല. ആ സാറ് കോളേജിൽ, എൻ്റെ മോളെ കോളേജിൽ വിളിച്ച് അവരുമായിട്ട് സംസാരിച്ച് അവിടെയാണ് പൈസ അടച്ചതും എല്ലാം ചെയ്ത് അവിടെയാണ്. എന്നിട്ട് സാറ് പറഞ്ഞു 4 വർഷത്തേക്ക് സാർ അടച്ചോളാമെന്ന് കോളേജിൽ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ സാറിൻ്റെ ആൾക്കാരെല്ലാം ഈ ഇതിലോട്ടായപ്പോഴത്തേക്ക് വെള്ളപ്പൊക്കത്തിലൊക്കെ സാറിൻ്റെ ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ സാറിന് അവരെ സഹായിച്ചപ്പോൾ ഇപ്പം നമുക്ക് സഹായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞെന്ന്. എൻ്റെ അടുത്തും പറഞ്ഞില്ല. ചേച്ചി ഞാൻ നിൽക്കുന്നവർ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞെടി ഇത് കണക്കാണ് കാര്യമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെയെങ്കിലും അടയ്ക്കാൻ നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ഇവർ പറയണം അന്ന് ആ ഫീസ് അടച്ചത് ആ സാറല്ല, എനിക്ക് ചിലവിനായിരുന്നു ആരോ ആണ് ആ ഫീസ് അടച്ചത് എന്നാണ് ഇവർ പറയണത്. ഇപ്പം 4 വർഷം അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അടയ്ക്കില്ല എന്ന് പറഞ്ഞത് എന്ത്? വേറെ ആരോ ആണ് നിനക്ക് ഫീസ് അടച്ചത്, ആ സാറാണ്. എത്ര കൊല്ലമുണ്ട്? 3 വർഷമുണ്ട്. എത്ര കൊല്ലാണ്? 4 വർഷം. 4 വർഷം. ആദ്യത്തെ കൊല്ലത്തെ അടച്ചു. രണ്ടാമത്തത് ഇപ്പൊ 81,000 രൂപ അടയ്ക്കാനുണ്ട്. ഇനി 2 കൊല്ലം കൂടി ഉണ്ട്. ഇനി 3 കൊല്ലം ഉണ്ട് മൊത്തം 3 കൊല്ലം ഉണ്ട്. ഇപ്പൊ 81,000 രൂപ അടയ്ക്കണം. എവിടെയാ പഠിക്കണേ? അവള് മംഗലാപുരം. എന്നിട്ട് റബ്ബർ ഓട്ടം നടത്തുന്ന അവർ 30,000 രൂപ ഫീസ് അടയ്ക്കാനെന്ന് പറഞ്ഞ് വാങ്ങിച്ചു. ആ സമയത്താണ് ഈ സാറ് ഫീസ് അടച്ചത്. അപ്പോൾ ഞാൻ ഈ 30,000 രൂപ ഞാൻ എൻ്റെ കയ്യിൽ തന്നുമില്ല, ഞാൻ വാങ്ങിച്ചുമില്ല.
അപ്പോൾ ആ പൈസ അവർ കൊണ്ടുനടന്ന് എന്തോ ചെയ്തിട്ട് അത് പോത്തിനെയൊക്കെ വാങ്ങിച്ചിട്ടിരുന്നു. 6000 രൂപ എൻ്റെ തന്നു. ലാസ്റ്റ് പിണങ്ങി എല്ലാം വഴക്കെല്ലാം തന്നു. വീട്ടിൽ ചെന്നപ്പോൾ 6000 രൂപ എൻ്റെ തന്നു. കടം തീർക്കാൻ പറഞ്ഞ് 6000 രൂപ തന്നു. അല്ലാതെ എനിക്ക് ആ ഒരു പൈസ എൻ്റെ തന്നില്ല. അപ്പോൾ ഇപ്പോഴും ഫീസ് അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി തന്നെ ഇപ്പോൾ ആ പ്രമാണം കൊണ്ട് ആറ്റിങ്ങലൊരു ബാങ്കിൽ വെച്ചേക്കാണ് ലോൺ എടുക്കാനായിട്ട്. മോൾക്ക് ഫീസ് അടയ്ക്കാനെന്നും പറഞ്ഞുകൊണ്ട് ലോൺ എടുക്കാൻ കൊണ്ട് വെച്ചേക്കാണ്. അല്ല, അപ്പോൾ അതിൻ്റെ ആധാരമല്ല നിങ്ങൾ അവരുടെ വീട്ടിൽ അവർ ചേച്ചി എടുത്തില്ല. എനിക്ക് ഫ്രീ ആയിട്ടാണ് ആ സാറ് ഫീസ് അടച്ചത്. ആ ചേച്ചി വിളിച്ച് പറഞ്ഞതനുസരിച്ച് ആ സാറ് വെറുതെയാണ് ഫീസ് അടച്ചത്. നിങ്ങൾ വീട്ടിൽ കൊണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല, അത് കടം ഞാൻ തീർക്കണ്ട. ആ സാറ് ഫ്രീ ആയിട്ട് എൻ്റെ മോക്ക് കൊടുത്തതായിട്ട് തിരിച്ചു വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ 4 വർഷം ആ സാറ് എന്നെ പഠിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഈ വെള്ളപ്പൊക്കം ആയതുകൊണ്ട് സാറിനെ കൊണ്ട് പറ്റൂല എന്ന് വിളിച്ചു പറഞ്ഞു. അയാളുടെ ആൾക്കാരെ സഹായിക്കേണ്ടി വന്നു. സാറിന്റെ ആൾക്കാരെ സഹായിക്കും. ആൾക്കാർ വെള്ളപ്പൊക്കത്തിൽ പെട്ടുപോയി. അപ്പൊ അവർക്കൊക്കെ സഹായം കൊടുക്കണമെങ്കിൽ ഇത് എല്ലാം കൂടെ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ പറയണ ഇവരെ ഫോൺ ഞാനെടുത്ത്, ഇവരില്ലാത്ത സമയത്ത് ഞാനെടുത്തുള്ള ആണുങ്ങൾ അത്രയും വിളിക്കുന്നു, അനാവശ്യമായിട്ട് വിളിക്കുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എനിക്ക് ഫോണില്ല. എനിക്കൊരു ഫോൺ ഉണ്ടായിരുന്നപ്പോൾ ഇവർ ഭയങ്കര സംശയമായിരുന്നു. എന്നെ ആരെ വിളിക്കണം എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഫോണൊന്നും ഉപയോഗിക്കാൻ. എനിക്ക് മനസ്സിലാക്കി 13 കൊല്ലമായിട്ട് ഒരു സംശയവും ഇല്ല, ഒന്നും ഇല്ലാതിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ വരാൻ കാരണം എന്താണെന്നാണ് ഞാൻ ആലോചിക്കണം. അത് പക്ഷേ ഈ കുട്ടി പറയുന്നത് 1 മാസം പിരിഞ്ഞ് ജീവിച്ചപ്പോൾ, അങ്ങനെ 6 കൊല്ലം മുമ്പാണ് ആദ്യമായിട്ട് പിരിഞ്ഞ് താമസിക്കുന്നത്. ജോലിക്കെന്ന് പറയാൻ അപ്പോഴാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. അപ്പോഴൊന്നും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാൾ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞു, ആ വഴക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പലയിടത്തും പണിക്ക് പോകും, എല്ലാം ചെയ്യുമായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണെന്ന് വെച്ചാൽ എനിക്കറിയാൻ വയ്യ. അപ്പോഴപ്പോഴായിട്ട് വഴക്കൊണ്ട് അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുത്തില്ല. പിന്നെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇപ്പോൾ എനിക്ക് പിന്നെ അവിടെ തന്നെ എനിക്ക് പിന്നെ ഒരിതും കിട്ടണില്ല. അവിടെ എന്തായിരുന്നു പോയി നിൽക്കും. എനിക്കാണെങ്കിൽ അടിയുടെ ഭയങ്കര പേടിയാണ്. അടിക്കാൻ വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ വിളിച്ചുകൊണ്ട് ഓടുന്നതാണ്. അപ്പോൾ അന്നൊക്കെ ഞാൻ വിചാരിച്ചു വീട്ടിൽ പോയി നിൽക്കുമ്പോൾ ശരിയാവുമെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി 2 മാസം 3 മാസം ഒക്കെ നിൽക്കും. ഇവർ തന്നെ വന്ന് വിളിക്കും, വീട്ടിൽ പോകാം വാന്നും പറഞ്ഞുകൊണ്ട് വന്ന് വിളിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും ഒത്തുതീർപ്പിന് വിട്ട് അവരെ കൊണ്ട് വിളിപ്പിക്കും. ഞാൻ തിരിച്ച് വീട്ടിൽ പോകും. പിന്നെ ഞങ്ങൾ നല്ലതുപോലെ വഴക്കുമില്ല ബഹളമില്ല, നല്ലപോലെ പിന്നെ പോകും. പിന്നെ ഒരു 3-4 മാസം നല്ല രീതിക്ക് പോകും. പിന്നെ അത് കഴിയുമ്പോൾ വീണ്ടും വഴക്കാവും. അതെന്തിനാണെന്ന് എനിക്കറിയാൻ വയ്യ. ഇവരെന്തിനാണ് പറയുന്നത്, ഇവരെ മനസ്സിൽ എന്തിനാണെന്നൊന്നും എനിക്കറിയാം. ചോദിച്ചാൽ പറയുകയില്ല. അപ്പോൾ അവർക്ക് ഞാൻ ഇപ്പോൾ ചത്ത് കിട്ടിയാൽ മതി എന്നാണ് അവർ പറയണം. നിനക്ക് പോയി ചത്തൂടെ എന്നാണ് ചോദിക്കണം. എൻ്റെ അടുത്ത് നിനക്ക് പോയി ചത്തൂടെ, നീ എന്തിനു ജീവിക്കണമെന്നാണ് ചോദിക്കണം. അപ്പോൾ കോടതിയിൽ പോയിട്ടും കോടതിയിൽ അവർ വിളിച്ചിട്ട് ചെന്നില്ല. കുടുംബശ്രീക്കാർ ഒപ്പിട്ട പേപ്പറെല്ലാം എൻ്റെ കയ്യിലുണ്ട്. അവർ പറഞ്ഞ് ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല, ഇനി അവളൊരു ഇതിലോട്ട് ഇതുവരെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല, അങ്ങനെ ഒരു ഇതിൽ പോകണമെങ്കിൽ അവർ എന്തെങ്കിലും ചെയ്തോളാമെന്ന് അവർ പറഞ്ഞു. ആര് പറഞ്ഞിട്ട് ഇവർ കേൾക്കുന്നില്ല. അവരുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കും അറിയാൻ പറ്റില്ല. മഞ്ജു, അവരമ്മ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. എന്താ കാരണം പറയുന്നത്? ഇങ്ങനെ വെറുതെ പറയുന്നേ ഉള്ളോ? ആരുടെങ്കിലും പേര് പറയുന്നുണ്ടോ? പേര് പറയുന്നുണ്ട്. പേര് 2 പേര് പേര് ഇപ്പം ഈ ഞായറാഴ്ചയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ആ ചെറുക്കന്മാരെന്ന് വെച്ചാൽ അവർ നല്ലതായിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്ന ചെറുക്കന്മാരുടെ പേരാണ് പറയുന്നത്. അത് അവരറിഞ്ഞിട്ടില്ല. അവരാരും ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടുമില്ല. എൻ്റെ മോനും പറഞ്ഞു അച്ഛമ്മ നമുക്ക് പോയി ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തിങ്കളാഴ്ച വൈകുന്നേരം എന്നെ എൻ്റെ മോനെ അമ്മാവിനോ എൻ്റെ മോനുണ്ട്, 16 വയസ്സായ മോനുണ്ട്. ഒരു മോനും ഒരു മോളും. അപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം പറഞ്ഞ് കൂട്ടി ചോദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെയും വിളിച്ച് അമ്മാവിയെയും വിളിച്ചു, എൻ്റെ മോനെയും വിളിച്ച് ഇവർ ഇറങ്ങി. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു അച്ഛൻ വാ പോയി ചോദിക്കാമെന്ന് പറഞ്ഞു. ചോദിച്ച് പ്രശ്നം തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ചോദിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഒരു കത്തി, റബ്ബറോട്ടുന്ന കത്തി എടുത്ത് ഇങ്ങനെ മുണ്ടിൽ വെച്ചിട്ട് അപ്പോൾ എൻ്റെ മോൻ നോക്കിക്കൊണ്ടിട്ട് അവൻ ഓടിപ്പോയി വേറൊരു കത്തി എടുത്ത് അവനും പാൻറ്റിൻ്റെ പോക്കറ്റിൽ വെച്ചു. ഞാൻ അവിടെ കിടന്ന് കരഞ്ഞു, നീ എന്തിന് ഇതെടുത്ത് വയ്ക്കണം, നീ അങ്ങ് പോയി. അപ്പോൾ അവൻ വയ്ക്കില്ലായിരുന്നു, അച്ഛൻ എടുത്ത് അതുകൊണ്ട് ഞാനും എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ കിടന്ന് കരഞ്ഞ് പറഞ്ഞപ്പോൾ അവൻ അങ്ങ് വെച്ചിട്ട് റോഡിൽ വന്നപ്പോഴത്തേക്ക് അനിയൻ നിൽക്കുന്നു. അങ്ങനെ അനിയൻ്റെ അടുത്ത് അമ്മ പറഞ്ഞിടാം നമ്മൾ അവൻ്റെ ചോദിക്കാൻ പോയിട്ട് നീയും കൂടെ വന്നു. അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകും. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി. പിന്നെ ചോദിക്കാൻ പോയില്ല. പിന്നെ അമ്മ പറഞ്ഞു നിങ്ങൾ ഇവിടെ നില്ല. എന്ത് ചോദിക്കാൻ പോകാതിരുന്നേ? ഇവർ കത്തിയൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് പേടിയായിരുന്നു പോയി ചോദിക്കാനായിട്ട്. അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ അവന്മാർ പറയും ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അടിയെങ്ങാനും കൊടുക്കുവാണെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ അനിയൻ തന്നെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ എൻ്റെ മോൻ പോയി വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ അവരവൻ്റെ അപ്പുറത്ത് നമ്മളെ വീട്ടിലുമായി, ഞാനും എൻ്റെ മോനും അമ്മായിയുടെ വീട്ടിലുമായി. അതെന്താ ഈ പെട്ടെന്ന് ഈ 6 കൊല്ലത്തിനിടയിൽ വന്നത്? മദ്യപാനിയല്ലേ? മദ്യപാനികൾ കുറേ വർഷം ആകുമ്പോഴത്തേക്ക് പാരനോയിഡ് ആവും. അപ്പോൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഒന്ന് പറയാം, രണ്ടാമത്തേനും അടിക്കാനായിട്ടാണ് ഓടിക്കൊണ്ട് വരുന്നത്. ഈ നാട്ടുകാർ പറയുന്നതെന്ന് വെച്ചാൽ കഞ്ചാവ് ഉപയോഗിക്കണമെന്നാണ് പറയണത്. എനിക്ക് അറിഞ്ഞൂടാ.
ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് എന്ന് വെച്ചാൽ കുടിയും കഞ്ചാവും കൂടി ആകുമ്പോൾ പിന്നെ ഭ്രാന്താവും. ചാരായത്തിൻ്റെ ഒരു നാറ്റമൊന്നും വരുന്നില്ല. ചില ദിവസം ഇങ്ങനെ വഴക്കൂടുമ്പോൾ ചാരായത്തിൻ്റെ നാറ്റം, ചില ദിവസം ചാരായം ഭയങ്കര നാറ്റമാണ്. ഇത് ആ നാറ്റം വരുന്നില്ല, പക്ഷെ കിറുക്ക് കണക്കാണ് കാണിക്കണം. മെൻ്റൽ ഡിസോർഡർ തന്നെ പലപ്പോഴും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യില്ല, വെറും സംശയമാണെന്നൊക്കെ പറഞ്ഞിരിക്കും. ഒരു പൊസസീവ്നെസ്സും കൂടി ഉണ്ടെങ്കിൽ അടിച്ച് ഉപദ്രവിച്ചതിന് ശേഷം ഭയങ്കര സ്നേഹം നിങ്ങളോട് കാണിക്കുകയാണ്, നിങ്ങൾ പിണങ്ങി പോകുമ്പോൾ വന്ന് വിളിച്ചോണ്ട് വരുന്നു അല്ലേ? ഇതെല്ലാം ഈ പാരനോയിഡിന്റെ ലക്ഷണങ്ങളാണ്. നിങ്ങൾ ഈ എങ്ങനെ ഇയാളെ വിളിച്ചിറക്കി കൊണ്ട് പോവുമായിരുന്നു, അതോ ഇയാൾ നിങ്ങളങ്ങ് ഇറങ്ങി പോവുമായിരുന്നു, എങ്ങനെയായിരുന്നു? ഇവര് വിളിച്ചു തന്നെ കൊണ്ടുപോയതാണ്. പിന്നെ വേറെ അമ്പലത്തിലങ്ങ് വെച്ച് താലിയും മാലയൊന്നും തരികയും ഉടവരികയോ ഒന്നും ചെയ്തില്ല? നിങ്ങളുടെ ആവശ്യം എന്താ? എൻ്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് അന്വേഷിച്ച് ഒന്ന് നല്ലതാക്കിയിട്ട് എനിക്ക് അടി കൊള്ളാനും വയ്യ, എനിക്ക് വയ്യ, അടി കൊണ്ട് എനിക്ക് വയ്യ, ചെയ്യാത്ത കുറ്റത്തിന് അടി കൊണ്ട് വയ്യ. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നെ കൊല്ലണമെങ്കിൽ എന്തെങ്കിലും കലക്കി അവിടെ വെച്ചിരുന്നാൽ മതി, ഞാൻ വരുമ്പോൾ ഞാൻ എടുത്ത് കുടിച്ച് ചത്തോളൂ, എനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. അതും ചെയ്യൂല, ചുമ്മാ ഈ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ അടി. അപ്പം അതും ഒന്ന് തെളിയിച്ച് അവർക്ക് എന്നെ വേണ്ടെന്നാണ് പറയുന്നത്. വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ, കഥയില്ലത് ജീവിതം, അമൃത TV, ഗാന്ധിനഗർ, വഴുതയ്ക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: ജീവിതം@amritatv.com.